പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് വെച്ച ഒരാശയമാണിത്. അതായത് ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഗ്രീൻ പ്രോട്ടോകോൾ വോളണ്ടിയേഴ്സ് എന്ന പേരിൽ പൊങ്കാലയുടെ നടത്തിപ്പ് പ്രകൃതി സൗഹൃദമായിട്ട് നടത്തണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറേ ചെറുപ്പക്കാർ, 60-65 ചെറുപ്പക്കാർ കോർപ്പറേഷനുമായിട്ട് വളരെ നന്നായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. മേയർ എന്നുള്ള നിലയ്ക്ക് പല ഘട്ടങ്ങളിലും അതിലൂടെയൊക്കെ തന്നെ കടന്നു പോകുമ്പോൾ യാദൃച്ഛികമായിട്ട് ഇവരുടെ പ്രവർത്തനം ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ തിരക്കുകൾക്കിടയിൽ ഓരോ കാര്യങ്ങളിലും ഇവരുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയം ഇനിയും കിട്ടിയിട്ടില്ല. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് അക്കാര്യങ്ങളൊക്കെ ചെയ്തു പോയത്. പൊങ്കാലൊക്കെ കഴിയുന്ന സമയത്ത് ഉൾപ്പെടെ നിരീക്ഷിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ആത്മാർത്ഥത, കുറച്ച് പെൺകുട്ടികളുണ്ട്, ഇവരുടെ സമൂഹത്തോടുള്ള ആത്മാർത്ഥതയും പ്രതിബദ്ധതയും കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായെന്നവരെ ഈ ഒരു പദ്ധതി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു ഊർജം, ഇതൊക്കെ കൂടുതൽ നിലനിർത്താൻ സാധിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല നമ്മുടെ നാട് നല്ലൊരു സന്ദേശമായിരിക്കും എന്നുള്ള ഒരു കൂട്ടായ ചർച്ചയിൽ നിന്നുകൊണ്ടാണ് ആ പ്രക്രിയ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞങ്ങൾ ആലോചിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളെയൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരുമിച്ച് വിളിക്കുകയും മേയറുടെ ചേംബറിൽ തന്നെ ഞങ്ങൾ പല തവണ ഒരുമിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അവരൊക്കെ തന്നെ, അനീഷും ശരത്തും ഉൾപ്പെടുന്ന ബാക്കി എല്ലാവരുടെയും പേരുകൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോയില്ല, അവരൊക്കെ തന്നെ കോർപ്പറേഷൻ ഭരണസമിതി കാണിച്ചതിനേക്കാൾ വളരെ ആത്മാർത്ഥതയും ആവേശത്തോടുമാണ് ഈ ആശയത്തോട് പ്രതികരിച്ചത്. അങ്ങനെ പലതവണ ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയും എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുകയും ചെയ്തപ്പോഴാണ് ഏറ്റവും ചുരുങ്ങിയത് 1000 ചെറുപ്പക്കാരെങ്കിലും ഭാവിയിൽ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് സഹകരിച്ച് പോകുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ചർച്ചയുണ്ടായത്. അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഒരു കൂട്ടായ്മ രൂപീകരിക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ തന്നെ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. ഇതിലൂടെ കോർപ്പറേഷന്റെ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത്, സ്വാഗത പ്രസംഗത്തിൽ പാറ്റൂർ രാധാകൃഷ്ണൻജി പറഞ്ഞതുപോലെ, ഒരു പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ പൊതുവായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു ധാരണ ആ നാട്ടിലുള്ള വീടുകളുടെയും കെട്ടിടങ്ങളുടെയും തരം പിടിക്കാനുള്ള ഒരു ഏജൻസിയാണ്. അവിടെ ഇപ്പൊ മാലിന്യം കൂടിയപ്പോഴേക്കും മാലിന്യം മാറ്റുവാനുള്ള ഒരു ഏജൻസി മാത്രമാണ്, അല്ലെങ്കിൽ തെരുവുനായെ പിടിക്കുവാനുള്ള ഒരു ഏജൻസിയാണ്. പിന്നെ വീടിന്റെ പ്ലാൻ തലത്തിൽ ഉദ്യോഗസ്ഥന്റെ പിന്നാലെ നടന്ന് അതിന്റെ സാങ്ഷൻ വാങ്ങിക്കാനുള്ള ഒരു ഏജൻസിയാണ് എന്നൊക്കെയുള്ള ധാരണ മാത്രമാണ് പൊതുസമൂഹത്തിൽ പതിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതൊക്കെ ശരിയാണ്. ഈ ധാരണയൊക്കെ തന്നെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ തന്നെ ഞാൻ സമ്മതിക്കുമ്പോൾ തന്നെ ഈ സമൂഹത്തിലുള്ള ഏറെക്കുറെ ലോ ആൻഡ് ഓർഡറിൽ നേരിട്ട് ഇടപെടുക എന്നുള്ളതൊഴികെ എല്ലാ മേഖലയിലും ജനജീവിതത്തിൽ ഇടപെടാൻ സാധ്യതയുള്ള, സാഹചര്യങ്ങളുള്ള, നിയമം അനുവദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അതായത് പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അതിനാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ടൗൺ പ്ലാനിങ്ങിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ. സ്റ്റേറ്റ് ക്യാപിറ്റലാണ് തിരുവനന്തപുരം. ഈ സ്റ്റേറ്റ് ക്യാപിറ്റൽ, ഈ സിറ്റി ഏത് രീതിയിലാണ് ഭാവിയിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് പ്ലാൻ ചെയ്യുവാനുള്ള ഒരു അധികാരമാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ആക്ട് മുഖേന കൊടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന അധികാരം തിരുവനന്തപുരം നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് സ്കൂളുകളുടെ ഒക്കെ തന്നെ പ്രവർത്തനത്തിൽ ഏത് രീതിയിൽ നവീകരണം നടത്തണം. അതോടൊപ്പം തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ശ്രീ കരമൻ അജിത്ത്. തിരുവനന്തപുരം പട്ടണത്തിന്റെ, അതായത് ഇന്റർനാഷണൽ പോർട്ട് ഉൾപ്പെടുന്ന, വിഴിഞ്ഞം ഉൾപ്പെടുന്ന തിരുവനന്തപുരം, ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടുന്ന തിരുവനന്തപുരം, ഭാവിയിൽ ലോകത്തിന്റെ തന്നെ IT കേന്ദ്രമായി മാറുവാനുള്ള എല്ലാ സാധ്യതയുമുള്ള തിരുവനന്തപുരം, ആ തിരുവനന്തപുരത്തിന്റെ വികസനം ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു ബോഡിയിൽ ഒന്നാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതോടൊപ്പം തന്നെ അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ശശിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്പീലുകളൊക്കെ തന്നെ പരിശോധിക്കേണ്ട കമ്മിറ്റിയാണ്. മറ്റു പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരോട് വന്നിട്ടില്ല. അതിനർത്ഥം ആരോഗ്യം, ഹെൽത്ത് സെക്ടറിൽ സജീവമായി ഇടപെടുവാനുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ആരോഗ്യം. അപ്പോൾ ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ഇടപെടാൻ കഴിയുന്ന മേഖലകൾ വളരെ വിപുലമാണ്. അപ്പോൾ അത്രത്തോളം സാധ്യതയുള്ള ഒരു പ്രസ്ഥാനം ഈ പട്ടണത്തിലെ, അല്ലെങ്കിൽ ഈ പട്ടണത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെയൊക്കെ തന്നെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ നാളുകൾക്ക് മുതൽ തന്നെ ഞങ്ങൾ പറയുന്നത്,
ഞങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമേ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കാണ് കൂടുതലും ജനാധിപത്യത്തിൽ ഭരണത്തിലെത്താൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭരണത്തിലെത്തുന്ന കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരും, ഇപ്പോൾ ദേവിപ്രിയ നമ്മുടെ ഒരു സൂപ്രണ്ടാണ്, അപ്പുറമിലുള്ള ദേവിപ്രിയ ഉദ്യോഗസ്ഥയാണ്. വർഷങ്ങളായി പല സീറ്റുകളിലും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പൊ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രം ചേർന്നുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അതായിക്കോട്ടെ, അങ്ങനെയാണ് വ്യവസ്ഥ. പക്ഷേ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ആ മേഖലയിലുള്ള എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ തേടുക എന്നുള്ളൊരു മെക്കാനിസം കൂടി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഉണ്ടാകാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 10 മടങ്ങ് അതിനപ്പുറമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി തുടക്കം കുറിച്ചത്. ഇന്ന് ഞാൻ ഈ ഇവിടേക്ക് വരാനായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന എറണാകുളത്തുള്ള ബിന്ദു ടീച്ചർ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിലൊക്കെ തന്നെ ഉള്ള ബന്ധങ്ങളുള്ള ബിന്ദു ടീച്ചറുമായിട്ട് എനിക്ക് വർഷങ്ങളായുള്ള സൗഹൃദമുണ്ട്. ടീച്ചർ തിരുവനന്തപുരത്തും ടീച്ചർ എന്നെ കാണാൻ വന്നിട്ട് ഓഫീസിലേക്ക്, കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന് കാറിൽ കയറുന്ന സമയത്താണ് ടീച്ചർ. അപ്പൊ ടീച്ചറിനോടൊപ്പം വന്ന് തുഷാരയും അതോടൊപ്പം തന്നെ ബാലഗുരു സ്വാമി സാറും വന്നിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടു. അദ്ദേഹം ഫോർമർ VC ആണെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് ആദ്യത്തെ IT ബുക്ക് ഇന്ത്യയിൽ എഴുതുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ച് തുഷാര പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ കൂടി നിങ്ങളെപ്പോലുള്ള നാളെ ഈ നാട് നയിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന് നാടിന്റെ നാവായിട്ടുള്ള കുട്ടികളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന ഗുണം കണ്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ നിങ്ങൾ കണ്ടു കാണും, ഡോക്ടർ ബിജു പ്രഭാകർ, മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അദ്ദേഹം ആശയപരമായി ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുമായിട്ട് വിയോജിപ്പുള്ള ആളാണ്. അത് പരമ്പരാഗതമായി, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. പക്ഷേ ആസ് എ ഫോർമർ ഡിസ്ട്രിക്ട് കളക്ടർ or a person who had been living in Trivandrum for the last 40 years, അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തന്നെ 1970-കളിൽ തന്നെ തിരുവനന്തപുരത്ത് വന്നിട്ട് പഠിച്ച് വളർന്ന് അദ്ദേഹം IAS പദവി നേടി KSRTCയിലും ജില്ലാ കളക്ടർ എന്നുള്ള നിലയ്ക്കൊക്കെ തന്നെ നല്ല വിജയകരമായി പ്രവർത്തിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിനോട് 1-2 മണിക്കൂർ തിരുവനന്തപുരത്തിന്റെ വികസനത്തെ കുറിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ആശയങ്ങൾ രൂപീകരിച്ചാൽ എന്റെ എഫർട്ട് പറയും. മാത്രമല്ല ഇത്രത്തോളം എക്സ്പീരിയൻസ് തിരുവനന്തപുരത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇതിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഇരിക്കുന്ന 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർ, ചിലപ്പോൾ അതിന് ചില വ്യത്യാസം വന്നേക്കാം, ഇടയ്ക്കുള്ളവർ ഇപ്പൊ ഇവിടെ ഞങ്ങൾ 1000 ഭാവിയിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ 200-250 കുട്ടികളായി ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ വച്ചിരിക്കുന്നത് പ്രതീക്ഷ 2047, അതായത് 2047 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തിൽ ലോകമർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇരിക്കുന്നവർക്ക് ഒന്നുകിൽ 45-50 വയസ്സ്, അല്ലെങ്കിൽ ഇപ്പൊ 18 വയസ്സാണെന്നുണ്ടെങ്കിൽ 38 വയസ്സ്. അപ്പോൾ സ്വാഭാവികമായും ഈ നാടിനെ ഈ വേദിയിലിരിക്കുന്ന പലരും പോലെ അല്ല. അപ്പൊ അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ രാജ്യത്തിൽ ജീവിക്കുന്ന രാജ്യത്തെ നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നമ്മൾ അതിന്റെ അടിത്തറ പാകണം. പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഴം പറിച്ച് കഴിക്കാറുണ്ട് പല വൃക്ഷങ്ങളിൽ നിന്നും. പക്ഷേ ഈ വൃക്ഷം നട്ടത് 10, 20, 30 വർഷം മുമ്പ് ആരോ ആണ്. ആ വൃക്ഷമാണ് നമ്മളിപ്പോ നടുന്നത്, ആ ചെടികളാണ് ഇപ്പൊ നമ്മൾ നടുന്നത്. ഈ ഇരിക്കുന്നതിൽ നിന്നും ലോകോത്തരമായിട്ടുള്ള IT പ്രൊഫഷണൽസ് നാളെ ഉണ്ടാകണം. ഈ ഇരിക്കുന്നതിൽ നിന്നും മികച്ച ഡോക്ടർമാരുണ്ടാകണം. ഈ ഇരിക്കുന്നതിൽ നിന്നും മികച്ച അന്താരാഷ്ട്ര കോടതികൾ വാദിക്കുവാൻ പോലും ശേഷിയുള്ള അഭിഭാഷകരുണ്ടായി മാറണം. അവർ സമൂഹത്തിന്റെ മുതൽക്കൂട്ടാകണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. എനിക്കിവിടെ ഇരിക്കുന്നവരെ എവിടെ നിന്ന് വന്നാണെന്ന് എല്ലാവരും അറിയില്ല. ചുരുക്കം ഒരു 15-16 പേരെ അറിയാവുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ തിരുവനന്തപുരത്തിന്റെ പല മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നിങ്ങളുടെ ആശയപരമായ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അറിയില്ല. നിങ്ങൾ ഓരോരുത്തരും വരുന്ന സാമ്പത്തിക പശ്ചാത്തലത്തെക്കുറിച്ച് അറിയില്ല. ഇക്കാര്യങ്ങൾക്കൊക്കെ ഉപരി ഈ സമൂഹത്തെ സ്നേഹിക്കുന്നവരാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങളെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. ഞാൻ ചുരുക്കുകയാണ്. ഈ പ്രോഗ്രാം തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈ എടുത്ത് നടത്തുന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല. ഇപ്പൊ 2-3 ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴേക്കും നിങ്ങൾ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മ നമ്മൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം വികസിക്കുവാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് ആയിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങൾ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എനർജി സമൂഹത്തിന് ഏത് രീതിയിൽ പ്രയോജനപ്പെടുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ തരത്തിലുള്ള റിസർച്ചുകളായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങൾ നടക്കുന്നത്. ഇന്നും നാളെ
മറ്റന്നാളും നിങ്ങൾ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവർ പരസ്പരം പരിചയപ്പെടുക, അറിയുക, ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ രൂപപ്പെടുത്തുക. അതിനുശേഷം ഈ 3 ദിവസത്തിന് ശേഷം ഇത് കോർഡിനേറ്റ് ചെയ്ത ടീമായിട്ട് കോർപ്പറേഷന്റെ ചുമതലയുള്ളവർ വീണ്ടും ഇരിക്കുന്നുണ്ടാവും. ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഇതിനെ നമുക്ക് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. നാളെ സമൂഹത്തിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ സഹായിക്കാൻ സാധിക്കും. നാളെ സമൂഹത്തിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ സഹായിക്കാൻ സാധിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി പദ്ധതികൾ പ്രയോജനം ചെയ്യുന്നുണ്ട്. പലതും സാധാരണക്കാരായ ആൾക്കാരിൽ എത്താറില്ല. ഈ പദ്ധതികൾ എങ്ങനെ നമുക്ക് സാധാരണക്കാരായ ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കും? 2047 ഭാരതം ലോകത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും അതിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. ഒന്ന്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ പല പ്രസംഗങ്ങളിലും പറയുന്നൊരു കാര്യമാണ്. പണ്ടൊക്കെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴേക്കും 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൂടെ പഠിക്കുമ്പോൾ പ്രസംഗമൊന്നും വലിയ പിടിയില്ല, കാര്യം വായിക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും എഴുതി തരും, അത് നമ്മൾ വായിക്കുകയാണ് പതിവ്. പലപ്പോഴും മറന്നു പോകും. അപ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കാണ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്നാണ് സാമ്രാജ്യത്തിന്റെ അധിപരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അന്നൊന്നും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്താണെന്നൊന്നും അറിയില്ല. ബ്രിട്ടീഷുകാരാണെന്നറിയാം. പിന്നീടാണ് മനസ്സിലായത് സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൈവശമുള്ള ഒരു രാജ്യത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റേ രാജ്യത്ത് സൂര്യൻ ഉദിച്ചിരിക്കും. ഇന്ത്യയിൽ ബ്രിട്ടന്റെ കയ്യിലുള്ള ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ബ്രിട്ടന്റെ കയ്യിലുള്ള ഇതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് സൂര്യൻ ഉദിച്ചിരിക്കും. അങ്ങനെയുള്ള രാജ്യത്തു നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്. അതിനുശേഷം കുറെ കഴിഞ്ഞ് പൊതുപ്രവർത്തനമൊക്കെ ആരംഭിച്ചപ്പോഴേക്കും പലപ്പോഴും ചിന്തിച്ചു, നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചു, പോർച്ചുഗീസുകാർ ഭരിച്ചു, ഡച്ചുകാർ ഭരിച്ചു, ഫ്രഞ്ചുകാർ ഭരിച്ചു, മുഗളന്മാർ ഭരിച്ചു. അതിൽ പലരും ഇവിടെ ഉള്ളവരല്ല. അവരൊക്കെ വന്നത് 10,000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മാസങ്ങളോളം യാത്ര ചെയ്താണ് ഇവിടെ വന്നത്. ഒന്ന് ആലോചിച്ചു, ഇപ്പൊ 12 മണിക്കൂർ മതി ലണ്ടനിലെത്താൻ. അന്ന് 8-10 മാസം കപ്പലിലൂടെ യാത്ര ചെയ്താലേ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലെത്തുകയുള്ളൂ. ഇന്ന് ഒരു വിമാനത്തിൽ 12 മണിക്കൂർ യാത്ര. അപ്പം അന്ന് വളരെ ബുദ്ധിമുട്ടാണ്. 8-9 മാസം യാത്ര ചെയ്ത് ബ്രിട്ടനിൽ നിന്നും കപ്പലിലൂടെ ഭാരതത്തിലെത്തി ഭാരതം ഭരിച്ചു. എവിടെങ്കിലാണ് എത്തുന്നത്? നമ്മുടെ നാടിനേക്കാളും ദരിദ്രനാരായണന്മാരുടെ ഒരു നാട്ടിലേക്ക് ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ ആരെങ്കിലും പോകുമ്പോൾ. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ 9 മാസം കപ്പലിലൂടെ യാത്ര ചെയ്ത് ഭാരതത്തിൽ എത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവരുടെ രാജ്യത്തുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട എന്തൊക്കെയോ അന്ന് ഭാരതത്തിലുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ഭാരതത്തിലുണ്ടായിരുന്നു. അതൊരു പക്ഷേ സ്വർണ്ണനാണയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അറിവായിരിക്കാം, അല്ലെങ്കിൽ സംസ്കാരമായിരിക്കാം. അത് നേടുവാൻ വേണ്ടിയാണ് അവർ അന്ന് വന്നതായിരുന്നു. ഒരു കപ്പൽ കുറച്ചു, അല്ലെങ്കിൽ 10 കപ്പൽ, അല്ലെങ്കിൽ ഒരു 100 കപ്പലിൽ. അന്നത്തെ ജനസംഖ്യ, ഇന്ത്യയിലെ ജനസംഖ്യ എത്രയായിരുന്നു? 36 കോടി. ബ്രിട്ടനിലെ ജനസംഖ്യ 6 കോടി. അപ്പൊ 6 കോടി ജനങ്ങളുടെ രാജ്യത്ത് നിന്ന് 36 കോടി ജനങ്ങളുടെ രാജ്യത്തിലേക്ക് ഒരു കപ്പലിൽ കുറച്ചുപേർ വന്ന് ഈ രാജ്യം ഭരിക്കുക, എല്ലാം ഉള്ളൊരു രാജ്യത്തെ ഭരിക്കുക. അപ്പൊ എന്തായിരുന്നു നമുക്ക് കുറവ്? നമുക്ക് രാജ്യം എന്നുള്ള സങ്കല്പം, രാഷ്ട്രബോധം നമുക്കില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർക്ക് നമ്മൾ ഭരിക്കാൻ സാധിച്ചത്. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. എന്താ മാറിയിരിക്കുന്നത്? ഇപ്പോ യുദ്ധം നടന്നല്ലോ ഇറാനൊക്കെ ആയിട്ട്. യുദ്ധം നടന്നപ്പോഴേക്കും ഇറാന്റെ ഭരണാധികാരി എന്താ പറഞ്ഞത്? ഭാരതത്തിന്റെ കപ്പലുകൾക്ക് പാചകവാതകം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ സുരക്ഷാ സൗകര്യവും ഞങ്ങൾ ഒരുക്കുമെന്ന് ഇറാന്റെ ഭരണാധികാരി പറഞ്ഞു. വേറെ ഒരു രാജ്യത്തിന്റെ പേരും പറഞ്ഞില്ല. പാകിസ്ഥാൻ ഒരുക്കുമെന്ന് പറഞ്ഞില്ല, ബംഗ്ലാദേശിന് കൊടുക്കുമെന്ന് പറഞ്ഞില്ല, ശ്രീലങ്കയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ഭാരതത്തിന്റെ കപ്പലുകൾക്ക് കടലിലേക്ക് താണ്ടുവാനുള്ള എല്ലാ സൗകര്യവും ചെയ്യുമെന്ന് ഇറാന്റെ ഭരണാധികാരി പറഞ്ഞു. നിങ്ങളെപ്പോലത്തെ ഒരു പെൺകുട്ടി, പാകിസ്ഥാനി പെൺകുട്ടി 6-7 വർഷം മുമ്പ് ഇവിടെ പോയിരുന്നു, യുക്രൈനിൽ പോയിരുന്നു പഠിക്കാനായിട്ട്, മെഡിസിൻ പഠിക്കാനായിട്ട്. യുദ്ധം നടന്നു റഷ്യ യുക്രൈനുമായിട്ട്. എല്ലാ കുട്ടികളും തിരിച്ച് നാട്ടിലേക്ക് എല്ലാം വേണ്ടി അതായത് രാജ്യങ്ങൾ പറഞ്ഞു. പലരും അവിടെ അപകടത്തിൽപ്പെട്ടു, മരണത്തിലൊക്കെ പോയി. പക്ഷെ പലരും നാട്ടിലെത്തി. പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ പെൺകുട്ടി എന്താ പറയാൻ പറഞ്ഞത്? ഇതിലാരെങ്കിലും ഓർക്കുന്നുണ്ടാവും ഒരു പക്ഷേ. ആ കുട്ടി പറഞ്ഞത്, ഭാരതത്തിന്റെ ദേശീയ പതാക ഞാൻ ഞങ്ങളുടെ ബസ്സിന്റെ മുകളിൽ പാർപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചതെന്ന് ഒരു പാകിസ്ഥാനി പെൺകുട്ടി പറയുകയാണ്. പാകിസ്ഥാന്റെ ദേശീയ പതാക അല്ല അവൾ പാർപ്പിച്ചത്. പലരും ചോദിച്ചു, നിനക്കെങ്ങനെ ഭാരതത്തിന്റെ ദേശീയ പതാക? അപ്പൊ കുട്ടി പറയുകയാണ്, ഇടയ്ക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സൈറൻ പോയത്. അപ്പൊ ബങ്കറിൽ നിന്നും പുറത്തിറങ്ങി ഭക്ഷണം വാങ്ങിക്കും. അതായത് ശത്രുരാജ്യത്തിന്റെ വിമാനങ്ങൾ ഉക്രൈന്റെ ആകാശത്ത് വരില്ല എന്ന് ഉറപ്പ് വരുമ്പോഴേക്കും 1/2 മണിക്കൂർ അവർക്ക് സമയം കൊടുക്കും.
ഈ സമയം കിട്ടിയപ്പോൾ കുട്ടി പുറത്ത് പോയി ഭക്ഷണമല്ല വാങ്ങിച്ചത്. ഈ കുട്ടി പുറത്ത് പോയിട്ട് വെള്ള തുണിയും വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കാനുള്ള നിറം തരണമെന്ന് പറഞ്ഞു പാകിസ്ഥാനി പെൺകുട്ടി. എന്നിട്ട് അവൾ ബംഗാളിന്റെ അടി ചെന്നിട്ട് ഭാരതത്തിന്റെ ദേശീയ പതാക വരച്ച് അതും പാർപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെത്തിയത്. ഞാൻ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ എടുക്കുമ്പോഴേക്കും നമ്മുടെ രാജ്യം കൃത്യമായ ദിശയിലേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അന്ന് കപ്പലിൽ വന്ന് ഭാരതത്തെ ആക്രമിച്ച് ഈ രാജ്യത്തെ കീഴടക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയോ? ഇന്ന് കുടിയേറ്റക്കാരെ കൊണ്ട് ആ രാജ്യം പൊറുതി കിട്ടുകയാണ്. അന്യന്റെ രാജ്യം ആക്രമിച്ച് കീഴടക്കി ലോകത്ത് മുഴുവനും സർവാധിപത്യം വ്യാപിപ്പിക്കുവാൻ നടന്നവരുടെ രാജ്യത്ത് ഇന്ന് വിദേശ കുടിയേറ്റക്കാരെ കൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കേൾക്കുമ്പോൾ ഭാരതത്തിന്റെ ഭരണാധികാരികളുടെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ലോകം കാത്തുനിർത്തുന്ന സാഹചര്യമാണ്. വളരെ നേരായ കാര്യമാണ്. 2047 ആകുമ്പോഴേക്കും ഭാരതത്തിന് ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും. അന്ന് ഈ നാട്ടിൽ, ഈ തിരുവനന്തപുരത്ത്, ഈ കേരളത്തിൽ നിന്നും ഭാരതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തേണ്ട ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ രാധാകൃഷ്ണി പറഞ്ഞതുപോലെ മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ, തെരുവുനാൾ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ, വീട്ടുകാരം പിടിക്കുമ്പോൾ, വീടിന്റെ പ്ലാനിന് അപ്രൂവൽ കൊടുക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലുള്ള നാടിന്റെ അസറ്റുകൾ, നാടിന്റെ സ്വത്തുകൾ നിങ്ങളെ വാർത്തെടുക്കുവാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെടുകയാണ്. വിവിധ മേഖലകളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിലും വരാൻ പോകുന്ന എല്ലാ പരിപാടികൾക്കും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ചില ചെറിയ സഹായങ്ങൾ മാത്രമാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും കോർഡിനേറ്റ് ചെയ്തത് നിങ്ങളോടൊപ്പം നടക്കുന്ന, നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഒരു 16-17 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ ഉൾപ്പെടെ. രാത്രിയും പകലും നന്നായിട്ട് അവർ അധ്വാനിച്ചിട്ടുണ്ട്. ഞാനിന്നലെ രാത്രി 10 മണിക്ക് വന്ന് 11 മണിക്ക് വന്നിട്ട് പോകുമ്പോഴും മഴയത്ത് അവരിന്ന് സ്റ്റേജൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരുടെ നേതൃനിര കൂടി വളർന്നു വരികയാണ് തിരുവനന്തപുരത്ത്. ഒരു പുതിയ സംസ്കാരം ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭരണാധികാരികൾ മാത്രം വരുന്ന നാടിന്റെ കാര്യം തീരുമാനിക്കുന്നതിൽ മാറിക്കൊണ്ട് ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അവരുടെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യത്തിന് സഹായകരമായി നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.